അമേരിക്കയുടെ നിലപാടുകളൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നത്. പക്ഷേ ഇറാനും അത്ര കൊണ്ട് കുറച്ചിട്ടില്ല. ഇറാൻ്റെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം പറയാനുള്ളത് ഹോർമുസ് കടലിടുക്ക് അത് ഞങ്ങൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്, അത് ഞങ്ങളുടേത് മാത്രമാണ്. ഇനി അഥവാ അതൊക്കെ ലംഘിച്ചുകൊണ്ട് നിങ്ങളുടെ വീരവാദം മുഴക്കി അതിലൂടെ യാത്രയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ ഞങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന മൈനുകളും അതുപോലെ തന്നെ മിസൈൽ സംവിധാനങ്ങളും പൊട്ടിത്തെറിക്കുന്ന മറ്റു വസ്തുക്കളും അത് യഥാവിധി പ്രവർത്തിപ്പിക്കുന്നതും അത് നിങ്ങളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുമെന്ന് ആയത്തുള്ള ഖാംനൈ വലിയ രൂപത്തിൽ ആ ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അവിടെയാണ് യൂറോപ്യൻ്റെ ഏറ്റവും വലിയ മറ്റൊരു റിപ്പോർട്ട് കൂടി വരുന്നത്. മാർച്ച് 31 വരെ ആ ഭാഗത്തിലൂടെ യാത്രകൾ നമ്മുടെ കമ്പനികളോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കമ്പനികളോ കൊണ്ടടക്കുന്ന കപ്പലുകൾ ഒരിക്കലും അതിലൂടെ പോകരുത് എന്ന റിപ്പോർട്ടും പുറത്തേക്ക് വരികയുണ്ടായി. എന്ന് പറഞ്ഞാൽ അത്രമേൽ രൂക്ഷമാണ് അവരുടെ മുന്നേറ്റം എന്ന് പറയാൻ പറ്റും. കാരണം ഇവർ പേടിപ്പിക്കും തോറും യൂറോപ്യൻ കൺട്രികളും അതേപോലെ തന്നെ അമേരിക്കയും നന്നായി പേടിക്കുന്നുണ്ട്. പക്ഷേ അവസാന നിമിഷം എന്ത് സംഭവിക്കുമെന്നതല്ല, മറിച്ച് യൂറോപ്യൻ്റെ കപ്പലുകൾ ഹോർമുസ് കടലെടുക്ക് അഥവാ ഈ ഒരു ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഞങ്ങളുടെ അനുമതി വേണം. അല്ലാതെ നിങ്ങൾ അതിക്രമം കാണിച്ച് സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെ നിക്ഷേപിച്ച പൊട്ടിത്തെറിക്കുന്ന എല്ലാ കാര്യങ്ങളും വലിയ രൂപത്തിൽ പൊട്ടിത്തെറിച്ച് നിങ്ങളുടെ കപ്പൽ മുക്കിക്കളയുമെന്ന് ഇറാൻ്റെ ഭാഗത്ത് ആയത്തുള്ള ഖാംനൈ പ്രഖ്യാപിച്ചപ്പോൾ ഉടനെ തന്നെ അത് അംഗീകരിക്കുകയും അത് യൂറോപ്യൻ കൺട്രികളിലെ മൊത്തം കപ്പലുകളെയും ഒഴിവാക്കി യാത്രാപാത തിരിച്ചുവിടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇറാൻ്റെ മറ്റൊരു വിജയമായി നമ്മളതിനെ കാണാൻ പറ്റും. കാരണം എല്ലാ അർത്ഥത്തിലും പാശ്ചാത്യർ അല്ലെങ്കിൽ വെള്ളക്കാർ അല്ലെങ്കിൽ ഏറ്റവും വലിയ അറിവുള്ളവർ എന്നൊക്കെ പറയുന്ന ആളുകളാണ് ഇപ്പം ഒരു അറേബ്യൻ രാജ്യത്തെ പേടിച്ചുകൊണ്ട് കപ്പലുകൾ കിലോമീറ്ററുകളിൽ താണ്ടി ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്നത് അല്ലെങ്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇറാൻ്റെ ഏറ്റവും വലിയ മേൽക്കോയ്മ. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇറാനെ കണ്ണുവെക്കുന്നതും. പക്ഷേ ഇറാനാകട്ടെ ഒരു അടിക്ക് വിട്ടുകൊടുക്കാതെ കൃത്യമായ ഓരോന്നിനും ഉരുളക്കുപ്പേരി എന്ന് പറയുന്നത് പോലെ പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഇറാൻ്റെ എല്ലാ സ്റ്റെപ്പുകളും കൃത്യമായി മനസ്സിലാക്കുമ്പം അമേരിക്കയുടെ നിലപാടുകളിൽ അയവ് വരുത്തുന്നുണ്ട്. പക്ഷേ ആ അയവ് വരുത്തുന്നതൊന്നും അത്ര കണ്ടിട്ട് സുതാര്യമായതാണെന്ന് ഒരിക്കലും കരുതേണ്ടതില്ല. കാരണം വഞ്ചനാപരമായിട്ടുള്ള സമീപനത്തിലൂടെ മാത്രമാണ് അമേരിക്ക ഇന്ന് വരെ ജയിച്ചിട്ടുള്ളൂ. കാരണം ഈ കാലം അത്രയുണ്ടാക്കി എല്ലാ രക്തച്ചൊരിച്ചിലുകൾക്കും പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയും ഇസ്രായേലുമാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന പരസ്യമായ രഹസ്യമാണ്. ഈ കാര്യം അതൊന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇറാനിൽ കൊണ്ടുവരാൻ പോകുന്നത്. ജെറാൾഡ് എന്ന് പറയുന്ന വലിയ കപ്പൽ കൂടി വരുന്നതോടുകൂടി വലിയ രൂപത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥ ആ മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗത്തുണ്ടാകുമെന്നുള്ള വിലയിരുത്തലുകൾ, അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരുപാട് കണക്ക് കൂട്ടലുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പം യുദ്ധം അനിവാര്യമാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അവിടത്തേക്ക് എത്തി നിൽക്കുന്നു. കുറേയും കൂടി ദിവസം കൊണ്ട് അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ്. പക്ഷേ ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു. അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള കാരണം ഈ രണ്ടാമത്തെ ഷിപ്പിന് അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ മറഡോനെ പിടിച്ചു കൊണ്ടുപോയി അതിനുശേഷമുള്ള കരീബിയൻ കടലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതി അമേരിക്ക പ്രഖ്യാപിച്ചതിൻ്റെ പിന്നാലെയാണ് ഇറാൻ ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ ഇതിലാരാ പ്രകോപിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി പറയാൻ പറ്റും. അമേരിക്കയുടെ ഓരോ പ്രകോപനങ്ങൾക്കും വ്യക്തമായിട്ടുള്ള തിരിച്ചടി ഇവിടെ കൊടുക്കുന്നുണ്ട് പറ്റാവുന്ന രൂപത്തിൽ. ആ രണ്ടാമത്തെ കപ്പൽ വ്യൂഹം ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പം അങ്ങനെയാണെങ്കിൽ ഹോർമുസ് കടലിലേക്ക് നമ്മുടേതാണ്, അതിലൂടെ പോകുന്നതൊന്ന് കാണട്ടെ എന്നുള്ള രീതിക്ക് ഇറാനും സമീപിച്ചു. അങ്ങനെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊക്കെ രൂപത്തിൽ ചെക്ക് വിളിക്കാൻ പറ്റുമോ ഒരു ചെസ്സിൻ്റെ രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഒരു ചെക്ക് വിളിച്ച് അതെങ്ങനെ മറകണ്ഠം ചാടാൻ പറ്റും എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റ് വലിയ രൂപത്തിൽ അലേർട്ടഡ് ആയിരിക്കണം എന്നുള്ള ഒരു റിപ്പോർട്ട് ട്രംപിൻ്റെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. അപ്പം അൽ-ഉദൈദ് ബേസിലുള്ളതും അതുപോലെ തന്നെ ഇറാൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സംഘർഷവും ഏതർത്ഥത്തിൽ ഇത് വ്യാപിക്കും എന്നുള്ളത് അറിയില്ല. പക്ഷേ ഒരു സ്ഫോടനം നടക്കുകയാണെങ്കിൽ അൽ-ഉദൈദിനെ ലക്ഷ്യം വെക്കുമെന്നുള്ളത് അമേരിക്കൻ ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം പാട്രിയോട്ടിക് മിസൈൽ സംവിധാനങ്ങളും അത്യാധുനിക B-2 സ്റ്റെൽട്ടർ വിമാനങ്ങളൊക്കെ കൊണ്ടുപോയി ലോഡ് ചെയ്തത് അൽ-ഉദൈദ് അഥവാ ഖത്തറിൻ്റെ മണ്ണിലാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇറാനും വളരെ വലിയ രൂക്ഷമായിട്ടുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകുമ്പം ആദ്യം ലക്ഷ്യം വയ്ക്കുക ഈ അൽ-ഉദൈദ് വിമാന എയർപോർട്ട് അഥവാ പട്ടാള ക്യാമ്പിനായിരിക്കും എന്ന് പറയപ്പെടുന്നു. അങ്ങനെ കാണും സംഭവിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള തിരിച്ചടിയും അൽ-ഉദൈദ് ക്യാമ്പിൽ നിന്ന് ഉണ്ടാവുകയും അത് മറ്റ് പല ഇടങ്ങളിലേക്ക് ഖത്തറിൻ്റെ വിചിത്രമായിട്ടുള്ള മറ്റിടങ്ങളിലേക്ക് അതുപോലെ എണ്ണപ്പാടങ്ങളിലേക്കൊക്കെ ലക്ഷ്യം വെക്കാൻ ഇറാൻ മുതിരുകയും
വരികയും ചെയ്യും, അതിന് നിർബന്ധിതരാവുകയും ചെയ്യും എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായി നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും, ഇത് വലിയ യുദ്ധക്കപ്പൽ 2 കൂടി വന്നു കഴിഞ്ഞാൽ ആ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷൻ അവിടെ നടപ്പിലാകും. അഥവാ യുദ്ധം പെടുന്നതിന് ആരംഭിക്കുക, പെടുന്നതിന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇറാൻ്റെ എത്രത്തോളം ചെറുത്തുനിൽപ്പ് സാധ്യമാകുന്നു അതിനനുസരിച്ചായിരിക്കും പിന്നീടുള്ള ചിത്രങ്ങൾ തെളിയുക എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇന്നേക്കുന്നവരെയുള്ള ഒരു സാങ്കല്പികമായ രീതിക്ക് മുന്നോട്ട് പോകുന്ന ഒരു അമേരിക്കയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു സാങ്കല്പികം മീൻസ് ഈ ഇറാനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, കൂടുതൽ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഡെവലപ്മെൻറ്റ് ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോവുക എന്നതിലുപരി ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഷ്യത്തിലേക്കാണ്, അഥവാ ദ്രുതഗതിയിൽ ഒരു അറ്റാക്ക് നടത്തുക. അതിന് തൽക്കാലം നമ്മുടെ മറ്റേ കപ്പലുണ്ടല്ലോ ജെറാൾഡ് എന്ന് പറയുന്ന ആ കപ്പൽ കൂടി വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു സൈനിക നടപടിയിലേക്ക് നീങ്ങുമെന്ന് പറയപ്പെടുന്നു. ഈ ഒരു അവസ്ഥയിലാണ് ഈ റമദാൻ മാസം ഉണ്ടാവുക എന്നും പലരും എഴുതി വെക്കുന്നുണ്ട്. എന്താകുമെന്തോ എന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല. ആ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളിൽ പല കാര്യങ്ങളും നമ്മൾക്ക് പറയാൻ കഴിയുന്നു എന്നതിലുപരി അവ്യക്തമായ കാര്യത്തെ അനുമാനിച്ചുകൊണ്ട് പറയുന്നതിൽ വലിയൊരു താല്പര്യം നമുക്ക് വേണ്ട. കാരണം ഒരുപാട് കൊട്ടിഘോഷിച്ച് പൊടിപ്പും തൊങ്ങലും കൂട്ടി പറഞ്ഞിട്ട് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കേൾക്കാൻ നല്ല രസമുണ്ടാവും, പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ സത്യത്തിൽ വന്നിരിക്കുന്നത് ഹോർമുസ് കടലിടുക്കിൻ്റെ മൈനുകൾ, അതുപോലെ തന്നെ മിസൈൽ സംവിധാനങ്ങൾ മുന്നറിയിപ്പായിട്ട് അമേരിക്കയെയും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രികളെയും അവിടെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അറിയിക്കാൻ ഈ ഗവൺമെൻറ് അഥവാ ഇറാൻ ഗവൺമെൻറ് മുന്നോട്ട് വന്നു. അതൊരു മാതൃകാപരമായ ഒരു കാര്യം തന്നെയാണെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം കൂടിയുണ്ട്. അതാണ് വൺ സൈഡായിട്ട് ചിന്തിച്ചാൽ അതിന് പിടികിട്ടില്ല എന്ന് പറയുന്നത്. ഇറാൻ വളരെ സമാധാന പ്രിയരാണ്, സമാധാനം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ 2ാമത്തെ പടക്കപ്പൽ കൂടി ഇറാൻ്റെ മണ്ണിലേക്ക് അല്ലെങ്കിൽ ഇറാൻ്റെ ജലാശയത്തിലേക്ക് പേർഷ്യൻ കടലിലേക്ക് കൊണ്ടുവരുമ്പം ഇതൊരു വലിയ രൂപത്തിലുള്ള യുദ്ധത്തിന് വേണ്ടി തന്നെയാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇസ്രായേൽ അതിൻ്റെ പിന്നണി പ്രവർത്തകരാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് എവിടെയൊക്കെ തടസ്സം നിർത്താൻ പറ്റുമോ ആ ലെവലിലുള്ള ആലോചന നടത്തുകയും ഹോർമുസ് കടലിലേക്ക് താൽക്കാലികമായിട്ട് വളരെ ഞെരുക്കമാക്കി വെക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് ആരാ എന്ന് ചോദിക്കുമ്പോൾ ഇസ്രായേൽ തന്നെയാണ്. 3 മണിക്കൂറോളം സംസാരിക്കുകയും അതിൻ്റെ അപ്പുറമായിട്ട് ഒരു ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന ഒരു പിക്ചറും കൊടുത്ത് എന്നതല്ലാതെ എന്തൊക്കെ സംസാരിച്ചു എന്നതിനെക്കുറിച്ച് ലോകത്ത് ഇന്ന് വരെ ആർക്കും ഒരു റിപ്പോർട്ടറും അത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ നിലനിൽക്കേണ്ടതുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട്. ആ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അമേരിക്കയിൽ നിന്ന് ചെയ്ത് കിട്ടാനുണ്ടായേക്കാം. അതോടൊപ്പം തന്നെ ഈ ഹമാസിൻ്റെ ഏറ്റവും വലിയ ഒരു ഏരിയ ആയിട്ടുള്ള ഗസ അത് വലിയ രൂപത്തിൽ ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് ചർച്ചകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോയത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇറാൻ്റെ അറ്റാക്ക് എങ്ങനെയായിരിക്കും, അതിൻ്റെ പ്രതിവിധികൾ എന്തായിരിക്കും, പ്രതിരോധങ്ങൾ എന്തായിരിക്കും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവരിപ്പോൾ ഈ പ്രാവശ്യത്തെ ആ പോക്ക്. അവിടുത്തെ ആ ഒരു അടച്ചിട്ട റൂമിൽ ഇരുന്ന് 3 മണിക്കൂർ സംസാരിച്ചതിന് ശേഷം തിരിച്ചു പോകും. ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന ഒരൊറ്റ ഫോട്ടോയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി യുദ്ധം ആഗ്രഹിക്കുന്നു, ഞാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, 1 മാസം കൂടി ഞാൻ ഡിലേ ചെയ്ത് കൊടുക്കുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തി ട്രംപിൻ്റെ വഴിക്ക് പോയി. ഇതിലപ്പുറം അതിലെന്ത് സംസാരിച്ചു എന്നുള്ളത് ലോകത്ത് ഇതുവരെ ആർക്കും അറിയില്ല. സാധാരണയിൽ വിപരീതമായിട്ടാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയും കാത്തിരിക്കണം. അഭ്യൂഹങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ റിയാലിറ്റി എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ കാത്തിരിക്കണം. എന്തായാലും ഹോർമുസ് കടലിടുക്ക് ഒരു പരിധിവരെ ഇറാൻ്റെ പൂർണ്ണ കൺട്രോളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനോടനുബന്ധമായിട്ട് തന്നെ കപ്പൽ ചാലുകൾ അല്ലെങ്കിൽ അത്തരം കപ്പൽ ചാലുകൾ ഉപയോഗിക്കേണ്ടതില്ല എന്ന് യൂറോപ്യൻ കൺട്രികളും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പം ഉടനെ ഒരു വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ സാധ്യതയുണ്ട് ആ ഭാഗങ്ങളിലെന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയ്ക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അത്യാവശ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ സ്നേഹമുള്ളവരെന്ത് ചെയ്യണം, ഇതൊന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നമ്മുടെ ചാനലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് മനസ്സിലാക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.